സാറേ ഞാനെന്താ അവിടെ മോഷ്ടിച്ചതാ. നോട്ട് ചെയ്ത് താനാ ഓണർ. ശരി സാർ. സാറേ ഇതാണ് ലോഡ്ജിന്റെ ഓണർ. ഇവിടെ എത്ര താമസക്കാരുണ്ട്? സാറേ 4 റൂമിലും ഫാമിലിയാണ് താമസിക്കുന്നത്. ഒരു റൂമിൽ ബാച്ചിലേഴ്സാണ്. അവർ 5 പേരുണ്ട്. അവരെ ഇപ്പം കാണുന്നില്ല. രജിസ്റ്റർ മൊത്തം വരച്ച് നോക്കി. ഓക്കെ സാർ. എപ്പോഴാണ് സംഭവം നടന്നത്? സാർ ഏകദേശം ഒരു 2 മണിക്കൂറായി കാണും. ആരാണ് ബോഡി ആദ്യം കണ്ടത്? ലോഡ്ജിന്റെ ഓണറാണ് സാർ. സാറേ രജിസ്റ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പേരെന്താന്ന് പറഞ്ഞു? ജിനീഷ്. സാറേ ഇയാൾ പറഞ്ഞ പേരൊന്നും ഇതിൽ കാണുന്നില്ല സാർ. അയ്യോ സാറേ, ഇത് ആരോ കീറിയെടുത്തിരിക്കുന്നു. അല്ല സാറേ, എനിക്കൊന്നും അറിയില്ല. താനാണോ രാത്രി ഇവിടെ ജോലി ചെയ്യുന്നത്? അല്ല, പയ്യനുണ്ട് കൂടെ. അവനെയും കാണുന്നില്ല. ഞാൻ അവന്റെ മൊബൈൽ നമ്പർ വിളിച്ചു സാർ. സ്വിച്ച് ഓഫ് ആണ്. ഹലോ സാർ, അനുകര ലോഡ്ജിൽ നിന്ന് പണമായിട്ട് വരുന്നവർ പൊക്കിണ്ട് സാർ. സ്റ്റേഷൻ വരുന്നു. ഓക്കെ, ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. താനെൻ്റെ കൂടെ വാ. സോമ സത്യം പറ, നീയല്ലേ ഇവിടെ കൊന്നത്? അല്ല സാറേ, സത്യം പിന്നെ ആരാണ് കൊന്നത്? എനിക്കറിയില്ല സാറേ. സത്യം പിന്നെ നീ എന്തിനാടാ രാത്രി അവിടെ പോയത്? മോഷ്ടിക്കാൻ പോയതാ സാറേ. മോഷ്ടിക്കാൻ പോയതാ. അയാളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായടാ? പടം പഠിക്കുന്ന കാര്യം, 5 പേർക്ക് അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ഞാൻ കേട്ടതാ. പിന്നെ അനന്തപള്ളി കാശുമായി പോകണമെന്ന് ഞാൻ കണ്ടതാ. എന്നിട്ട് 5 പേര് എവിടാ? എനിക്കറിയില്ല സാറേ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. നീ 5 പേരോടെ കൊന്നത്, എന്നിട്ട് അവരെവിടാ? അല്ല സാറേ, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല സാറേ. എന്നിട്ട് അവനെവിടാ? എനിക്കറിയില്ല. അവനെ കണ്ട നീ തിരിച്ചറിയോ? അറിയാം. മുടിയൊക്കെ നീട്ടി വളർത്തിട്ട് എന്റെ ഫോട്ടോ. ഫോട്ടോ എവിടെ? എനിക്കറിയില്ല. ഫോണ് എവിടെ? ഫോൺ എടുക്ക്. സത്യം പറഞ്ഞോ? ഇതിന് ലോക്ക് നമ്പർ എത്രടാ? 88. ഇതിലേതാ? ഇത് സാറേ. ഇവനാ? ഇവനല്ലേ ആ 2ാമത്തെ കൊലപാതകം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ പയ്യൻ? അതെ സാർ. ഇവന്മാരെ എനിക്ക് ഇതിന്റെ മുന്നേ പരിചയമുണ്ട്. ഇവരിതിന്റെ മുന്നേ സ്റ്റേഷനിൽ ഒരു അടിപിടി കേസായിട്ട് വന്നിട്ടുണ്ട്. ഇവനെ എത്രയും പെട്ടെന്ന് പൊക്കാൻ ഏർപ്പാട് ചെയ്യണം. ഇവനെ കോടതിയിൽ ഹാജരാക്കി. ശരി സാർ. ഓക്കെ. എന്നെ തെണ്ടി. Same. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അല്ലേ ഡോക്ടർ? Yes, it's the same person and same pattern behind these 3 murders. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ നടന്നിരിക്കുന്ന 3 മർഡേഴ്സ്. കൊലയാളിക്ക് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ഫിംഗർ പ്രിന്റ്സോ മറ്റു തെളിവുകളോ ശരീരത്തിലില്ല. മരണം നടന്ന സമയവും ഏകദേശം സെയിം ആണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഈ മർഡർ നടന്ന സ്ഥലത്ത് ഒരു റൂം ബോയ് മോഷണം നടത്തിയതായി FIR റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ.
അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെയാണോ ഈ മോഷണത്തിന് പിന്നിൽ? നോ സർ, ഒരിക്കലും അയാളാകാൻ സാധ്യമല്ല. അത് ഉറപ്പിച്ചു പറയാൻ കാരണം? സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 3 മർഡർ നടന്നിരിക്കുന്നത് ഏകദേശം ഒരേ സമയത്താണ്. മാത്രമല്ല മർഡർ നടന്നിരിക്കുന്ന മെത്തേഡും സെയിം ആണ്. ആദ്യം നടന്ന മർഡർ സ്ഥലത്തു നിന്നും മോഷണം നടന്നതായി തെളിവൊന്നും ലഭിച്ചിട്ടില്ല. ബട്ട് ഈ മർഡറിനൊപ്പം മോഷണം നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇയാൾ തന്നെയാണ് മുൻപും കൊല നടത്തിയിരുന്നെങ്കിൽ അവിടെയും മോഷണം നടക്കണ്ടേ സാർ? പക്ഷേ അതുകൊണ്ട് മാത്രം? സാർ അതുമല്ല സാർ, അനന്തൻ്റെ കൈവിരലുകളിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ട്. അത് O പോസിറ്റീവാണ്. അനന്തൻ്റെ രക്തം B പോസിറ്റീവാണ്. കിഷോറിൻ്റെ രക്തം B പോസിറ്റീവും. കിഷോർ പറഞ്ഞ പ്രകാരം തമ്പിയുടെ രക്തം അവിടെ വീണിട്ടുണ്ട്. അത് O പോസിറ്റീവാണ് സാർ. അപ്പോൾ ഈ മർഡറിന് പിന്നിൽ ആ പയ്യന്മാരെന്നാണോ താങ്കൾ പറയുന്നത്? അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സാർ. കിഷോറിൻ്റെ മൊഴി പ്രകാരം കിഷോർ റൂമിലെത്തിയ ശേഷമാണ് തമ്പി റൂമിലെത്തുന്നത്. ഇതാ കൂടി കുഴഞ്ഞ പരുവത്തിലാണല്ലോ. അതെ സാർ, നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന തെളിവ് ഈ ബൈക്ക് മാത്രമാണ്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ പറ്റൂ സാർ. യെസ്,